വെൽക്കം ടു സൈലം ലേണിംഗ് അനറ്റോമീസ് ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് EVS പഠിക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് നിങ്ങൾ എല്ലാവരും അടിപൊളിയായി പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ആയ ഇന്ത്യ ഈസ് മൈ കൺട്രി, ഇന്ത്യ എൻ്റെ രാജ്യം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഇന്ത്യയെ പറ്റി പഠിക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ ഇന്ത്യയിലെ ഏതൊക്കെയാണ് സംസ്ഥാനങ്ങൾ, ഏതൊക്കെയാണ് സ്റ്റേറ്റ്, അതിൻ്റെ കുറേ നൃത്തരൂപങ്ങൾ, അതിൻ്റെ ലാംഗ്വേജ്, അതുകൂടാതെ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് കാരണമായിട്ടുള്ള കുറേ സമരങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട്. പിന്നെ അവസാന ഭാഗം ആകുമ്പോഴേക്കും നമ്മുടെ ദേശീയ ചിഹ്നങ്ങളെ പറ്റി, അതുപോലെ തന്നെ നമ്മളിപ്പം പറയുന്നത് പോലെ ദേശീയ ഗാനം, ദേശീയ ഗീതം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് പ്രധാനമായും ദേശീയ ഗാനം, അതായത് നാഷണൽ ആന്തം, അതുപോലെ തന്നെ ദേശീയ ഗീതം, നാഷണൽ സോങ്, ഇവയെ പറ്റി നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കി തരുവാനാണ്. അപ്പൊ നമ്മളോട് പെട്ടെന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും പരസ്പരം കൺഫ്യൂസ്ഡ് ആയി പോകൂലേ. ഏതാണ് നാഷണൽ ആന്തം എന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉത്തരം പെട്ടെന്ന് കിട്ടും. കാരണം നമ്മൾ സ്കൂളിൽ പോയാൽ നമ്മൾ വൈകുന്നേരം വീട്ടിലേക്ക് വരാൻ സമയമായി എന്ന് നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ്? ഈ നമ്മുടെ സ്വന്തം ജനഗണമന നമുക്ക് കേൾക്കുമ്പോഴാണ് അല്ലെ. പക്ഷെ ദേശീയ ഗീതം ഏതാണ്, നാഷണൽ സോങ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒന്ന് ആലോചിക്കും ഏതാണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കൺഫ്യൂഷനും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇന്നത്തെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ നാഷണൽ ആന്തം, ദേശീയ ഗാനത്തെ പറ്റിയാണ്. ദേശീയ ഗാനം ആരാണ് കൊണ്ടുവന്നത്, അതായത് ആരാണ് രചിച്ചത്, എത്ര ടൈം വേണം, എങ്ങനെയാണ് അതിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഫസ്റ്റ് നിങ്ങൾ ഓർക്കണം, ഇതാണ് നമ്മുടെ നാഷണൽ ആന്തം, ജനഗണമനയാണ് നമ്മുടെ ദേശീയ ഗാനം എന്ന് പറയുന്നത്. ആരാണ് ഇത് എഴുതിയത്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ആൻഡ് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ജനഗണമന ആലപിക്കുന്ന സമയം നമ്മൾ നിൽക്കേണ്ടത്? അറ്റൻഷൻ ആയിട്ട് നമ്മൾ നിൽക്കണം കേട്ടോ, അല്ലാതെ സ്ട്രാറ്റജീസ് പോലും അല്ലെങ്കിൽ നമ്മൾ എന്തോ ആലോചിച്ചിട്ടൊന്നുമല്ല. നമ്മൾ എല്ലാവിധ റെസ്പെക്റ്റും കൊടുക്കണം. നമ്മൾ അറ്റൻഷൻ പൊസിഷനിൽ നിന്നിട്ട് വേണം നമ്മൾ ജനഗണമന ആലപിക്കാനായിട്ട്. അതുപോലെ തന്നെ എത്ര ടൈം വേണം? യെസ്, 52 സെക്കൻഡ്. ആ ഒരു ടൈം ലിമിറ്റിൽ നമ്മൾ ജനഗണമന പാടിക്കഴിഞ്ഞിരിക്കണം. അപ്പൊ എന്തൊക്കെയാണ്, എത്ര പോയിന്റ് നമ്മൾ പഠിച്ചു? നമ്മുടെ ദേശീയ ഗാനമാണെന്ന് നമ്മൾ പഠിച്ചു, രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണെന്ന് നമ്മൾ പഠിച്ചു, അറ്റൻഷൻ പൊസിഷനിൽ നിൽക്കണമെന്ന് നമ്മൾ പഠിച്ചു, അതുപോലെ 52 സെക്കൻഡിനുള്ളിൽ അത് ആലപിച്ച് തീർക്കണമെന്ന് പഠിച്ചു. അപ്പൊ ദേശീയ ഗാനം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ ദേശീയ ഗീതം, നാഷണൽ സോങ്. ഏതാണ് നമ്മുടെ ദേശീയ ഗീതം എന്ന് പറയുന്നത്? വന്ദേ മാതരം. ഓക്കെ, നിങ്ങൾക്ക് അറിയാം എന്ന് വിശ്വസിക്കുന്നു. വന്ദേ മാതരം ഇതാണ് നമ്മുടെ ദേശീയ ഗീതം. ഓക്കെ, അത് മാത്രമല്ല ആരാണ് ഇത് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ആരാണിത് നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആരാണ്? പ്രശസ്ത ബംഗാളി കവിയായിരുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഈ ഒരു ദേശീയ ഗീതം എഴുതിയത്. ഓക്കെ, അദ്ദേഹത്തിന്റെ പേര് മക്കളൊന്ന് ഓർക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഗാനം ആദ്യമായിട്ട് പുറത്തു വന്ന പുസ്തകം ഏതാണ്? ആനന്ദമഠം എന്ന പുസ്തകത്തിലാണ് ഇത് ആദ്യമായിട്ട് പുറത്തു വന്നത്. അതുപോലെ ഏത് കൊല്ലമാണ്? 1882 ഏത് രാഗമാണ്? ദേശ് എന്ന രാഗമാണ്. അപ്പൊ ഇത്രയും പോയിന്റുകളാണ് ഇവിടെ ഓർത്തിരിക്കേണ്ടത്. ഫസ്റ്റ് നമ്മുടെ വന്ദേ മാതരം എന്ന് പറയുന്നതാണ് നമ്മുടെ നാഷണൽ സോങ്. അതുപോലെ തന്നെ ആരാണ് കൊണ്ടുവന്നത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇദ്ദേഹത്തിന്റെ ഒരു ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ ഇദ്ദേഹത്തിന്റെ ചിത്രം ഒന്ന് കൊണ്ടുവരിക കേട്ടോ. അതുപോലെ തന്നെ ആനന്ദമഠം എന്ന പുസ്തകത്തിൽ ആണ് ഇത് ആദ്യമായി വന്നത് അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ചത് 1882. അതുപോലെ തന്നെ ദേശ് എന്ന ആ ഒരു ട്യൂണിലാണ് അല്ലെങ്കിൽ ആ ഒരു രാഗത്തിലാണ് ഇത് കമ്പോസ് ചെയ്തത്. അപ്പൊ ദേശീയ ഗാനവും ദേശീയ ഗീതവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് വരും. ഇത് മാത്രമല്ല നമ്മുടെ ദേശീയ മുദ്രനെ പറ്റി ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഓണപരീക്ഷ ഇതാ ഇങ്ങെത്തി. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഫുൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. ഓണപരീക്ഷ കൂടാതെ ക്രിസ്മസും ആനുവൽ എക്സാമും അതിൻ്റെ ഇടയിൽ LSSും നമുക്ക് ക്രാക്ക് ചെയ്യണം. അപ്പൊ എല്ലാം അടിപൊളിയായി സെറ്റ് ആക്കുന്നതിന് വേണ്ടി 4ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടി നമ്മുടെ സ്വന്തം പ്രാണ ബാച്ചും, 5ാം ക്ലാസ്സിലെ മക്കൾക്ക് പൃഥ്വി, 6ാം ക്ലാസ്സിലെ മക്കൾക്ക് വജ്ര, 7ാം ക്ലാസ്സിലെ മക്കൾക്ക് അവഞ്ചസ്, ഈ ബാച്ചുകളൊക്കെ നമ്മുടെ സൈലം ഇതാ തുറന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്മിഷൻ എടുക്കാം. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി ഈ കാണുന്ന ഫോൺ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ ചേട്ടന്മാരോടും ചേച്ചിമാരോടും പറയുക. അതുപോലെ തന്നെ നിങ്ങളും എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് ഇതാ ഈ കൊല്ലം 4ാം ക്ലാസ് നമ്മളിതാ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുന്നു. എല്ലാവർക്കും ഓണപരീക്ഷയ്ക്ക് വേണ്ടിയൊക്കെ പഠിക്കുക. നമുക്കിനി വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.